ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ചില നാടുകൾ വന്ന് എന്നെ രാജ്യദ്രോഹി തീവ്രവാദി എന്ന് വിളിക്കാൻ സാധ്യതയുണ്ട്. എന്നാലൊന്നും കുഴപ്പമില്ല. നിതിൻ ഗഡ്കരിക്കും അവൻ്റെ മോനും കോടികൾ സമ്പാദിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത് കൂട്ടുന്നതാണ് ഇതൊക്കെ. നമ്മുടെ രാജ്യത്തിൻ്റെ കിടപ്പ് അങ്ങനെയാണ്. നമ്മൾ ഭരിക്കുന്നവന്മാർക്കെതിരെ എന്ത് പറഞ്ഞാലും നമ്മൾ തീവ്രവാദിയാവും. ഇപ്പോൾ ദാണ്ട് ഈ അടിഞ്ഞുകൂടി എൻ്റെ ഈ വണ്ടിയിൽ കാർബേറ്റർ വണ്ടിയാണ് ഇത് എൻ്റെ പൾസർ 200 ആണ്, NS ആണ്. അപ്പോൾ ആ വണ്ടിയിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് പ്രോബ്ലം ആയിട്ട് നമ്മൾ അഴിച്ചപ്പോൾ കാർബേറ്ററിനകത്ത് അടിഞ്ഞുകൂടി കിടക്കുന്ന സാധനമാണിത്. ഇതാണ് പെട്രോളിൻ്റെ വിലയ്ക്ക് നമ്മൾ മേടിച്ചൊഴിക്കുന്ന ജ്യൂസ്. അരിയുടെ ജ്യൂസാണോ കരിമ്പിൻ്റെ ജ്യൂസാണോ എന്ന് അറിയത്തില്ല. നമ്മൾ എഥനോളെന്ന് നല്ല പേര് കൊടുത്തിട്ട് വിളിക്കുന്ന സാധനമാണ് ഈ അടിഞ്ഞുകൂടി കിടക്കുന്നത്. നമ്മൾ കുറച്ച് ദിവസം വണ്ടി എടുക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ അടിഞ്ഞുകൂടി കാർബറേറ്റർ വണ്ടികൾ ഫുള്ള് പണി കിട്ടുന്ന പരിപാടിയാണ്. അപ്പോൾ ദയവായിട്ട് കാർബറേറ്റർ വണ്ടികളുള്ളവർ വണ്ടി ഒരുപാട് ദിവസം എടുക്കാതെ വെക്കരുത്. എടുക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പണി കിട്ടും. പിന്നെ നമ്മൾ വണ്ടിയുടെ കാർബറേറ്ററൊക്കെ ഊരി ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ. ഈ കിടക്കുന്നുണ്ടോ, നമ്മളില്ല വേസ്റ്റ് അടിഞ്ഞുകൂടി കിടക്കുന്ന പോലെയാണ് കിടക്കുന്നത്. അതായത് നമ്മൾ പെട്രോളിൻ്റെ പൈസ കൊടുത്ത് മേടിക്കുന്ന ജ്യൂസാണ് ഈ കിടക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ഗുണമാണ് ഈ നമ്മൾ പെട്രോളിൻ്റെ പൈസയ്ക്ക് ഈ എഥനോൾ മേടിച്ച് വണ്ടിയിൽ ഒഴിച്ചിട്ട് എന്തെങ്കിലും ഗുണം നമുക്കുണ്ടാകുന്നുണ്ടോ? 1 രൂപയുടെ കുറവ് പോലും നമുക്ക് പെട്രോളിൽ വന്നിട്ടില്ല. നമുക്ക് വന്നത് നഷ്ടം മാത്രം. വണ്ടിക്ക് പണിയാവുന്നു, വർക്ക്ഷോപ്പിൽ കയറ്റണം, പിന്നെ പാർട്സുകൾ മാറ്റേണ്ടി വരിക, മൈലേജ് കുറയുക. മൈലേജ് കുറയുന്നത് കൂടി തന്നെ നമ്മൾ അത്രയും കൂടെ പെട്രോൾ കൂടുതൽ അടിക്കേണ്ടി വരും. പെട്രോളല്ല, എഥനോൾ കൂടുതൽ അടിക്കേണ്ടി വരും. അതാണ് നമുക്കപ്പം ഈ ലാഭം ആർക്കാണ് ഉണ്ടാകുന്നത്? കോർപ്പറേറ്റുകൾക്ക്. അവന്മാരിൽ നിന്ന് കോർപ്പറേറ്റുകൾക്ക് മാത്രമല്ല, ഈ പൈസ നിതിൻ ഗഡ്കരിയും അവൻ്റെ മകനും, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവരാണ് ഈ എഥനോൾ ഫാക്ടറി ഉണ്ടാക്കിയിട്ട് എഥനോൾ വണ്ടിയിൽ ഒഴിക്കാനുള്ള നിയമം കൊണ്ടുവന്നത് നിതിൻ ഗഡ്കരി. അവൻ്റെ മകൻ ഈ ഫാക്ടറി നടത്തുന്നു. എന്ത് മഹത്തായ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുത്ത ഭരണം നമ്മൾക്ക് ചെയ്തു തരുന്ന ഒരു എത്ര മഹത്തായ സേവനമാണ് അല്ലേ? ഇതിനെതിരെ ആരും പ്രതികരിക്കുന്നില്ല. നമ്മൾ വണ്ടികൾ ഇങ്ങനെ നശിക്കുന്നു, നമ്മൾ പുതിയ വണ്ടി മേടിക്കണം, അപ്പോഴും കോർപ്പറേറ്റുകൾക്ക് ലാഭം. അവന്മാർ നമ്മൾ പുതിയ വണ്ടി മേടിക്കുമ്പോൾ അവർക്ക് പണം കിട്ടുന്നു, വീണ്ടും കംപ്ലൈൻ്റ് ആവുന്നു, വീണ്ടും മാറുന്നു. സാധാരണക്കാർക്ക് വേണ്ടി ഇവിടെ ഏതെങ്കിലും ഒരു ഭരണം നടക്കുന്നുണ്ടോ? വല്ലാത്ത അവസ്ഥ തന്നെ. ആരും പ്രതികരിക്കുന്നില്ല. പ്രതിപക്ഷം പോലും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല. എന്തൊരു നാടാണ് നമ്മൾ. BJP അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് 2018 മുമ്പ് വരെ നമുക്കൊരു നിയമം ഉണ്ടായിരുന്നു. ഏതെങ്കിലും മന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പിലുള്ള അവരുടെ റിലേറ്റീവോ മക്കളോ ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമോ ബിസിനസ്സോ തുടങ്ങിയാൽ അത് ഇല്ലീഗലായിരുന്നു. അപ്പോൾ BJP അധികാരത്തിൽ വന്ന് ഈ നിയമം എടുത്ത് മാറ്റി നിതിൻ ഗഡ്കരിയും അവൻ്റെ മോനുമായിട്ട് 2 പിള്ളേരുമായിട്ട് പുതിയ എഥനോൾ ഫാക്ടറി തുടങ്ങി. അപ്പോൾ ഈ നിയമത്തിൻ്റെ പിൻബലം ഇപ്പോൾ അവർക്കുണ്ട്. അങ്ങനെ ഇല്ലീഗലല്ല, ഇപ്പോൾ ലീഗലാക്കി. കോമഡി തന്നെയല്ലേ നമ്മുടെ രാജ്യം.